അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ലോഡ് സെറ്റായിട്ടുണ്ട് ഗായ്സ്. ഗുജറാത്തിൽ നിന്നും പെരുമ്പാവൂരേക്കുള്ള ഒരു ഫ്ലൈവുഡ് കമ്പനിയിലേക്കാണ് ഈ മെലാമിൻ പൗഡറാണ് ഈ പ്രാവശ്യം നമുക്ക് കൊണ്ടുപോകാനുള്ളത്. വണ്ടിയിൽ ലോഡ് കയറ്റാനായിട്ട് 10-20 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ലോഡ് കയറ്റി എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് സൂറത്തിലാണ്. സൂറത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ബെൽറ്റ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സാധനം കിട്ടുന്ന ഷോപ്പിലേക്ക് നടന്നുപോയി. 300-350 രൂപയാണ് ഇവിടെ വില. പക്ഷെ നമ്മളെ നാട്ടിൽ നമ്മളെ നിന്ന് വാങ്ങിച്ചത് എത്ര കാഴ്ച ഒരു ബെൽറ്റിന്? 1600 രൂപ. പെരുമ്പാവൂരിൽ നിന്ന് ഒരു ബെൽറ്റിന് 1600 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു 4 ബെൽറ്റും കൂടെ മേടിക്കണമായിരുന്നു. അതും കൂടെ മേടിച്ച് അങ്ങനെ നമ്മൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് നമ്മൾ വാപ്പിയിൽ വന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്സിനാണ്, റെക്സിൻ. ഇങ്ങനെ ഇത് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട്. ഇത് എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല ചേട്ടാ. നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞിട്ട് 2 പേര് പോലും ഇല്ലാട്ടോ. അത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ്. ദൈവമേ, ഇവിടെ നെൽകൃഷിയൊക്കെ ഉണ്ട്. നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണെന്ന് പറയുമ്പോ ഒരു സർക്കിളിൽ കിടന്ന് ഇങ്ങനെ എടാ, എന്റെ കൂടെ വന്നിട്ട് നിനക്ക് എവിടെയെങ്കിലും വഴി കയറ്റിട്ടുണ്ടോ? ഇല്ല. നീ ഒറ്റയ്ക്ക് വഴി ചോദിച്ചല്ലോ. അത് നല്ലൊരു പാലമൊക്കെ വരുന്നുണ്ട്, നല്ലൊരു ഇതൊക്കെ വരുന്നുണ്ട്. എനിക്കാ ഭയങ്കര മഴ കേട്ടോ, ഭയങ്കര മഴ. നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തം കിട്ടുന്നില്ല. അതല്ലേ, എല്ലാ റോഡും പൊളിഞ്ഞിട്ട് വണ്ടി ഇങ്ങനെ തിരിച്ചു. ഗുജറാത്ത് മൂപ്പര് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്, മിസ്റ്റർ മോദി. ദിസ് ഈസ് നോട്ട് റൈറ്റ്. കണ്ടോ, നല്ല വഴിയുണ്ട് കേട്ടോ. ചെളി കാരണം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പക്ഷെ ഇത് ഏത് വഴിയാണെന്നാണ് അറിഞ്ഞത്. നമ്മൾ തപ്പി കണ്ടുപിടിക്കാം, പേടിക്കണ്ട. ഗൂഗിൾ അമ്മായിയുടെ അടുത്ത് ചോദിച്ചു. DN ഈ രജിസ്ട്രേഷൻ ഒന്നും ഞാൻ കണ്ടിട്ട് തന്നെ. ഈ DN ഒക്കെ എവിടാ? ഡൽഹി നോർത്താണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇങ്ങനെ എന്നെ കൊണ്ട് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. നമുക്കറിയാൻ പാടില്ല ഇത് എവിടെയത്. അല്ല, അതാ 5.2K വ്യൂസ് മതി. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ആയിട്ടുണ്ട് അല്ലേ? എല്ലാരും കഷ്ടപ്പെട്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാ പേര് മാറ്റാണെന്ന്, പേര് ഇപ്പൊ മാറ്റണമെന്ന് പറയുന്നേ? അല്ല, പേര് മാറ്റണോന്നിങ്ങനെ തോന്നി. എന്തിരി? അല്ല, എന്തോ ഒരു ഇങ്ങനെ തോന്നിയത്. നല്ല പേരല്ല അല്ലേ? അടിപൊളി പേര്. ഇതൊന്ന് പരിപോഷിപ്പിച്ചെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതെ, ഞാൻ വെറുതെ പാട്ട് കേട്ടോണ്ടിരിക്കണേ. ബ്ലോക്ക് ആവുന്നുണ്ട്. അല്ലാത്തപ്പോ ഞാൻ യൂസ് ചെയ്യില്ല. ഭയങ്കര ബ്ലോക്ക്. ഇവിടെ വണ്ടി എന്തെങ്കിലും ആക്സിഡന്റ് ആയി കാണും. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്സിഡന്റ് കൂടിയ വഴിയാണ്. കുറെ നേരമായി, 1/2 മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നു. ബാക്കിലോട്ടൊക്കെ നോക്കിയാണ് എന്ത് വണ്ടി ഒന്നാണ് നിമിഷ നേരം കൊണ്ട്. ക്യൂ, നീണ്ട ക്യൂ. 2 ലൈലാണ്ടുകൾ തമ്മിൽ മത്സരിക്കുന്ന. എടാ, ഇത് ബ്ലോക്ക് എന്തെന്നറിയാമോ? നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ പകുതി ഇടിഞ്ഞിട്ട് ഒരു റോഡ് ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ വലിയൊരു കുഴി. അതിന്റെ ആയിരിക്കും, അതായിരിക്കും, അതാണെന്ന് തോന്നുന്നു. വീഡിയോ എടുത്തോ? വീഡിയോ എടുക്കാൻ അവിടുന്ന് വണ്ടികളൊക്കെ കയറി വരണം. നോക്കിയാണ് നമ്മളിനി എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഗൂഗിൾ അമ്മച്ചി കുറെ തിരിച്ചാണ് വിട്ടത്. വണ്ടികളെ ഇങ്ങനെ നിൽക്കും. ഇങ്ങോട്ട് ഞാൻ കണ്ടു. വണ്ടിയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇവിടെ പൊളിഞ്ഞു കിടക്കുകയാണ് റോഡ്. വണ്ടിക്ക് ചരിഞ്ഞാണ് പോണത്. അമ്മേ നോക്കി ഒരു
ഭയങ്കര കുഴി കേട്ടാ. ഇല്ലടാ, ഒരു മിനിറ്റ് നോക്കി. ഏത് വഴി പോവും? അതിലെ പോയി അവിടെ ഇറങ്ങണേൽ എന്താ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലിറങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണോ? അതായിരിക്കും വണ്ടികൾ ഇതുവഴി പോണത്. പോണോ? ഇതിലിറക്കാം. അവിടെ അല്ല, ഭയങ്കര കുഴിയാണെന്ന് തോന്നുന്നു. ആ വണ്ടി നിക്കണമെങ്കിൽ ചരിഞ്ഞ് നമുക്ക് ഹൈറ്റ് ഇല്ലല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ല. ഓ, സൈക്കിളൊക്കെ കയറില്ല, സ്കൂട്ടറൊക്കെ കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ ബാക്കിൽ മൊത്തം ബ്ലോക്ക്. അഡ്വഞ്ചർ ആയിട്ട് പോകണം, അഡ്വഞ്ചർ. അപ്പുറത്തൂടെ വഴിയുണ്ട്, പക്ഷെ അതിലെ പോകാൻ പറ്റില്ല. എന്നാണ് കാണിക്കണേ? സംഭവം ടാസ്ക് ദുഃഖടമായ വയലോട് ഇറങ്ങാത്ത ഒരു വണ്ടി കയറി പോണെങ്കിൽ എവിടെ പോണെന്ന് അവന് തന്നെ അറിഞ്ഞൂടാ. വണ്ടി പിടിച്ച് നമുക്ക് റോഡ് ഇങ്ങനെ ആവണ്ടാണ്. റോഡ് മൊത്തം പൊളിഞ്ഞ് കിടക്കണം. അപ്പം ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കുമ്പോഴത്തേക്ക് ഒരുത്ത റോങ് സൈഡ് കയറി പോണെങ്കിൽ അവിടെ ഒരു വണ്ടി പണി വാങ്ങിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി പഞ്ചറായിട്ടാണ്, ടയർ പൊട്ടി അങ്ങോട്ട് കിടക്കും. വണ്ടി കയറില്ല, പാവത്തിൻ്റെ വണ്ടി കയറില്ല. പീച്ചാവോ പീച്ചാവോ. നമ്മളിവിടെ ഈ കട്ടറുള്ള വഴി കൂടെ വന്നപ്പോഴത്തേക്ക് നമ്മളെ ഹൈറ്റ് ലിഫ്റ്റ് ആക്സിൽ പൊങ്ങിയും താന്ന് എയർ കുറഞ്ഞു. അല്ല നമ്മളെ തമിഴണ്ണൻ കീ ജയ്. അവൻ വന്നു അവിടെ കിടന്നു. അവൻ കാരണം ഫുള്ള് ബ്ലോക്ക് ആയി. പുതിയൊരു സാധനം. അയ്യോ, അവന് കേറുവോ? അയ്യോ, ഒരുമാതിരി വൃത്തികെട്ട റോഡുകളാ. ഇതിപ്പോ ഈ ഇടക്കാലത്ത് വെച്ചാണ് പൊളിഞ്ഞത് ഇത്രയും മോശമായത്. അമ്മാതിരി പൈസ ഈ റോഡിന് പിരിക്കണുണ്ടേ. കയങ്ങളാണ് കേട്ടോ, റോഡിന്റെ നടുക്കെല്ലാം കയങ്ങളാണ്. ഇത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി അല്ലേ? ടാർ കഴിഞ്ഞാൽ സുഖമായിട്ട് പോവാം. ഈ ചെറിയ ചെറിയ കയറ്റങ്ങളൊന്നും അറിയില്ല, ഓടിയങ്ങ് പോകും. ഒറ്റ കീറിലങ്ങ് പൊക്കോളും. ഇത് അവിടെ വന്ന് ചവിട്ടി തിരിഞ്ഞ് ഞാൻ ഇവിടെ നിന്നാണ് ജാക്കിയൊക്കെ ചുമന്നുകൊണ്ട് പോയി.
കയറ്റം അപ്പുറത്ത് അയ്യോ ഇവിടുന്ന് ചുമന്നുകൊണ്ട് നടന്നതൊക്കെ ഊപ്പാട് ഞാപ്പാട് വന്നു. ഇത് ചിലപ്പോ വലിയൊരു റോഡാവും കേട്ടോ ഭാവിയില്. ഇത് വലുതാവൂടാ. കാരണം ഇതിലിപ്പോ ചെക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടികൾ കുറയും. ഇതിലിപ്പോ ചെക്ക് പോസ്റ്റ് മറ്റേ തൂക്കാനുള്ള സ്ഥലം ഇല്ലാത്തോണ്ടാണ് ഇതിലെ ഓവർലോഡ് ഹൈറ്റ് ഇതെല്ലാം കുറവ്. ഇത് കണ്ടില്ലേ വരുമ്പോ ഓരോ വണ്ടിയൊക്കെ ഹൈറ്റ് കൊണ്ടുപോകണം കണ്ടില്ലേ എന്തോരം ഹൈറ്റ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു 200 രൂപ നമ്മൾ ഓൾറെഡി കൊടുത്തു. 200 രൂപ ഓൾറെഡി കൊടുത്തതിന് ശേഷം പിന്നെയും കർണാടക RTO വന്നിട്ട് കേസ് ഇടുന്നതാണ്. വെറുതെ പൈസ വാങ്ങുന്നതാണ് ഇതൊക്കെ. വെറുതെ വാങ്ങുന്ന പൈസകളാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ വീട്ടുകാരുമായിട്ടൊക്കെ കഴിക്കുന്ന ഇങ്ങോട്ട് നോക്കി കിട്ടും. കാണാണ്ടിരിക്കട്ടെ, നമ്മൾ വാങ്ങേണ്ട പൈസ വേണ്ട. അത്രയും വെറുതെ പൈസ വാങ്ങുന്നതാണ് ഇതെല്ലാം. എല്ലാ ഡോക്യുമെൻറ്റും ഉള്ള വണ്ടികളാണ്. ആരൊക്കെ കർണാടക ഗവൺമെൻറ് ഭയങ്കര കഷ്ടമാണ് കേട്ടോ.